പ്രധാന വാർത്തയിലേക്ക്. വിവിധ സംസ്ഥാനങ്ങളിലെ സംഘടനാ തെരഞ്ഞെടുപ്പിനായി നേതാക്കളെ ചുമതലപ്പെടുത്തി BJP. കേരളത്തിന്റെ ചുമതല കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്ത്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്? വിശദാംശങ്ങൾ. BJP സംഘടനാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച മേൽനോട്ടത്തിനാണ് ഇത് പുതിയ സംസ്ഥാനത്ത് ചുമതലകൾ നൽകിയിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനും അതുപോലെ സംസ്ഥാനത്തുള്ള ദേശീയ കൗൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയക്ക് മേൽനോട്ടം വഹിക്കാനാണ് കേരളത്തിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ്. കർണാടകയിൽ നിന്നുള്ള BJP നേതാവാണ് പ്രഹ്ലാദ് ജോഷി. അതേപോലെ തന്നെ ഉത്തർപ്രദേശിലെ സംഘടനാ തെരഞ്ഞെടുപ്പിലെ ചുമതല മേൽനോട്ട ചുമതല നിർവഹിക്കുന്നത് പീയൂഷ് ഗോയലിനാണ്. അതേപോലെ ഗുജറാത്തിലെ സംഘടനാ ചുമതല നൽകുന്ന യാദവിനുമാണ്. സ്വാഭാവികമായിട്ടും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലെ തന്നെ BJP ശക്തമായി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് സുതാര്യമായി നടത്താൻ വേണ്ടിയാണ്, പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള പ്രക്രിയ സുതാര്യമായി നടത്താൻ വേണ്ടിയാണ് ഇത്തരമൊരു മേൽനോട്ട ചുമതല നൽകിയിരിക്കുന്നത്. ഒരു മുതിർന്ന നേതാവാണ് പ്രഹ്ലാദ് ജോഷി. കേരളത്തിന്റെ ചുമതല നേരത്തെ അദ്ദേഹത്തിന് മന്ത്രി എന്ന നിലയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങളും കേരളത്തിലെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വടംവലിയും ഒക്കെ നന്നായിട്ട് അറിയുന്ന വ്യക്തി കൂടിയാണ് പ്രഹ്ലാദ് ജോഷി. അതേപോലെ RSUമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സംസ്ഥാന പ്രസിഡന്റ് ആരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സമവായ ചർച്ചയ്ക്ക് പ്രഹ്ലാദ് ജോഷിയുടെ മേൽനോട്ട ചുമതല ഉപകരിക്കുമെന്നാണ് BJP കേന്ദ്ര നേതൃത്വം കരുതുന്നത്. ഗൗതം, ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല പ്രഹ്ലാദ് ജോഷിക്കാണ് എന്നാണ് നൽകുന്ന വിവരം.